ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലുള്ള നജീബാബാദ് എന്ന ചെറിയ പട്ടണം. ഇവിടെയുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള ചെറുകിട വൻകിട കർഷകരുടെ വിപണന കേന്ദ്രമാണ് നജീബാബാദ്. യാത്രക്കാരും അവർക്കായി ഒരുക്കിയ കച്ചവട സാമഗ്രികളാലും സജീവമാകുന്നു ഈ നജീബാബാദ്. ഇവിടെയുള്ള ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗവും കൃഷി തന്നെ. 4 പഞ്ചസാര ഉൽപാദന കേന്ദ്രങ്ങളുള്ള നജീബാബാദ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കരിമ്പാണ് ഇവിടുത്തെ പ്രധാന കൃഷി. പതിനെട്ടാം ശതാബ്ദിയിൽ ഇവിടെയുണ്ടായിരുന്ന നജീബ ഉദുള്ള എന്ന ഒരു മുസ്ലിം യോദ്ധാവിൽ നിന്നാണ് നജീബാബാദ് എന്ന പേര് ഈ സ്ഥലത്തിന് ലഭിച്ചത്. ഇവിടുത്തെ 80% ജനങ്ങളും മുസ്ലിം സഹോദരങ്ങളാണ്. പഴയ രാജഭരണത്തെ അനുസ്മരിപ്പിക്കുന്ന സംസ്കാരത്തിന്റെ ചിത്രം ഇപ്പോഴും ഇവിടെ പ്രകടമാകുന്നുണ്ട്. ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും പ്രധാന പട്ടണങ്ങളിൽ നിന്നും ഹൈവേ 119, ഹൈവേ 74 എന്നീ പ്രധാന മാർഗങ്ങളിലൂടെ നജീബാബാദിലെത്താം. ഇവിടെ എപ്പോഴും പ്രസന്നമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ കുന്നുകൾക്കരികിലുള്ള ഈ സ്ഥലത്ത് വേനൽക്കാലത്ത് പോലും ശുദ്ധജലം സമൃദ്ധമായി ലഭിക്കുന്നു. ഇന്നത്തെ യാത്ര ഉത്തരാഖണ്ഡിന്റെ അതിര് പങ്കിടുന്ന സ്ഥലമായ നജീബാബാദിലുള്ള ഒരു മിഷൻ സ്റ്റേഷനിലേക്കാണ്. നജീബാബാദിലുള്ള ഇവിടുത്തെ ജനങ്ങളുടേതായി മാറിയ ബിജ്നോർ മിഷന്റെ ഒരു കുടുംബത്തിലേക്ക്. പ്രേംധാം, അതായത് സ്നേഹത്തിന്റെ ഒരു ഭവനം. ഭാവാത്മകമായ ഒരു സ്നേഹബന്ധത്തിന്റെ കഥയാണ് പ്രേംധാമിൻ്റേത്. പെറ്റമ്മയുടെ സ്നേഹത്തെ വെല്ലുന്ന ഒരു മാനുഷിക ബന്ധം. ആരാലും ഉപേക്ഷിക്കപ്പെട്ടവർക്ക് നിർലോഭം സ്നേഹത്തിന്റെ നെൽമണികൾ ചൊരിയുന്ന ഇവിടത്തേക്കാണ് ഇന്നത്തെ ക്ഷണം സ്വീകരിച്ച് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളോടും സ്നേഹം തോന്നിപ്പോകുന്ന അന്തരീക്ഷം. മാനുഷിക സ്നേഹം ഏതൊരു യഥാർത്ഥ സ്നേഹത്തിൻ്റെയും അടിത്തറയാണെന്ന് ചിന്തിപ്പിക്കുന്ന വേറിട്ട ഒരു ജീവിതം. മനുഷ്യനെ മനുഷ്യനോടടുപ്പിക്കുന്ന അദൃശ്യമായ ഒരു ദൈവിക ബന്ധം. ആ ബന്ധത്തിന്റെ നൂലിഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ വ്യക്തമാകുന്നു ആ മനസ്സുകളിൽ തുളുമ്പുന്ന ദൈവിക സ്നേഹം. അത് വേദനാജനകമായ ജീവിതത്തിന്റെ കയത്തിലേക്ക് അറിയാതെ വീഴുന്ന ഇവരെ സുരക്ഷിതമായി സംരക്ഷിക്കാൻ ഇവിടെ തീവ്രമായി യത്നിക്കുന്നു. ലോകത്തിന്റെ സംസ്കാരമൊന്നും മനസ്സിലാക്കാത്ത ഇവരെ പരിരക്ഷിക്കാൻ ഒരു കേന്ദ്രം ഭാരതത്തിന്റെ തലസ്ഥാനമായ ഡൽഹി കഴിഞ്ഞാൽ പിന്നെ വടക്കോട്ട് ഏകദേശം 250 കിലോമീറ്റർ അകലെയുള്ള ബിജ്നോറിലെ പ്രേംധാം എന്ന ഈ മിഷൻ സ്റ്റേഷനേ ഉള്ളൂ. ശാരീരികവും മാനസികവുമായ വൈകല്യമാണ് ഇവരെ ഇവിടെ എത്തിച്ചത്. ഓരോരുത്തരുടെയും ഈ സ്ഥാപനത്തിലേക്കുള്ള പ്രവേശനം ദൈവഹിതമാണെന്ന്
അവർക്കായി ലഭിക്കുന്ന ക്രമീകരണങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതിനായി ദൈവം നിയോഗിച്ചത് ഊർജ്ജസ്വലരും ചെറുപ്പക്കാരുമായ 3 വൈദികരെയാണ്. നാം വന്നു നിൽക്കുന്ന ഈ ഭവനം പ്രേംധാം എന്ന് പറയുന്ന സ്ഥാപനമാണ്. 2009 ആണ്ട് തിരുസഭ വൈദിക വർഷമായിട്ട് പ്രഖ്യാപിച്ചു. ആ അവസരത്തിൽ ബിജ്നോറിലെ വൈദികരായ ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങേയറ്റം സന്തോഷമുള്ള ഒരു വർഷമായിരുന്നു. വൈദിക ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളെക്കുറിച്ച് അന്ന് ഞങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് മാനസികമായിട്ട് ദുർബലരായ വ്യക്തികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങണമെന്ന്, അതും പ്രത്യേകിച്ച് വൈദികരുടെ നേതൃത്വത്തിൽ തുടങ്ങണമെന്ന് ഈ രൂപതയിലെ 3 യുവാക്കളായ വൈദികർ തീരുമാനിക്കുകയും അന്നത്തെ പിതാവായിരുന്ന ഗ്രേഷ്യൻ മുൻകാടൻ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ സ്ഥാപനം, ഈ പ്രേംധാം എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു. ബിജ്നോർ മിഷനിൽ പ്രേംധാം എന്ന ഈ പുനരധിവാസ കേന്ദ്രം ഈ പ്രദേശത്തിന് ദൈവത്തിൻ്റെ ഒരു കരുതലിൻ്റെ കയ്യൊപ്പ് നൽകിയത് 2009 ആ വർഷമാണ് പ്രേംധാമിൻ്റെ തുടക്കം. അത് ഈ 3 വൈദികരിലൂടെയാണ് നടപ്പാക്കിയത്. ഏകദേശം 70ഓളം അന്തേവാസികളാണ് പ്രേംധാം എന്ന ഈ സ്നേഹാലയത്തിലുള്ളത്. വളരെ മോശമായ പശ്ചാത്തലത്തിൽ നിന്നാണ് ഓരോരുത്തരാലും ഉപേക്ഷിക്കപ്പെട്ട ഇവരെ ഇവിടുത്തെ വൈദികർ കണ്ടെത്തുന്നത്. ജനിച്ച നാൾ മുതൽ ഒരമ്മയുടെ നെഞ്ചിലെ ചൂടുപോലും ലഭിക്കാതെ വഴിയരികിലും റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റും ഉപേക്ഷിക്കപ്പെട്ട ഇവർ ഇവിടെയാണ് സുരക്ഷിതർ. സംരക്ഷിക്കേണ്ടവർ തങ്ങളെ ഉപേക്ഷിച്ചെന്ന തോന്നൽ ബോധമണ്ഡലത്തിലില്ലാത്ത ഇവരുടെ ജീവിതത്തിൽ നെടുവീർപ്പിൻ്റെ ആശ്വാസപൂർണമായ നിമിഷങ്ങളിലൂടെയാണ് ഇവർ കടന്നുപോകുന്നത്. ബെന്നി അച്ഛൻ്റെയും ഷിബു അച്ഛൻ്റെയും മനസ്സിലേക്ക് ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങാൻ പ്രചോദനം നൽകുന്നതിന് മുമ്പ് തന്നെ ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ നേർക്കാഴ്ചയായി മാറുന്നു പ്രേംധാമിൻ്റെ തുടക്കം. പിന്നീട് ബൈജു അച്ഛൻ ഈ കൂട്ടായ്മയിലേക്ക് ആകൃഷ്ടനായി എത്തിച്ചേരുകയായിരുന്നു. മാനുഷികമായ ബന്ധം ഈ ആധുനിക യുഗത്തിലും തുടരാൻ ഇവിടെയുള്ള ഈ വൈദികർക്ക് ദൈവം ശക്തി നൽകുന്നു. ആ നിമിഷത്തിൽ മറ്റുള്ളവരെ പോലെ തങ്ങളും മനുഷ്യരാണെന്നുള്ള ഒരു ബോധ്യം ഇവരുടെ ഉള്ളിലും ഉടലെടുക്കുന്നു. ആ ചിന്തയിൽ ഈ മക്കൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ വേദന അല്പനേരത്തേക്കെങ്കിലും അവധിയെടുക്കുന്നു. ഇവിടുത്തെ കുട്ടികൾക്ക് നമുക്ക് കാണാൻ സാധിക്കും, അവർക്ക് സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് അവരിങ്ങനെ പലരും മെൻ്റലായിരിക്കുന്നു, മാനസികമായിട്ട് തകർന്നിരിക്കുന്നു. അവർക്ക് സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ്. നമ്മൾ ആ സ്നേഹം കൊടുക്കുമ്പോൾ, അവർക്ക് ജീവൻ കൊടുക്കുമ്പോൾ പലരിലും നമ്മൾക്ക് മാറ്റം കാണാൻ സാധിക്കുന്നു. നമ്മൾ പലപ്പോഴും റോഡ് സൈഡിൽ നിന്ന് പലപ്പോഴും പിടിച്ചുകൊണ്ട് വരുന്ന മെൻ്റലായിട്ടുള്ള ആൾക്കാരെ അവരിവിടെ വന്ന് കുറേ നാൾ കഴിയുമ്പോൾ, ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമ്മളവരെ സ്നേഹിക്കുമ്പോഴും അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുമ്പോഴും അവരെ നമ്മൾ മനുഷ്യരായിട്ട് നമ്മൾ അംഗീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ അവരുടെ പഴയ ജീവിതം മറന്നുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഒത്തിരി പേരെ, ഒരു 10-12 പേരെ നമുക്ക് അവരുടെ വീടുകളിൽ എത്തിക്കാൻ സാധിച്ചു. അവരുടെ പൂർണ്ണമായിട്ട് അവർക്ക് സ്വാസ്ഥ്യം നൽകിക്കൊണ്ട്, പൂർണ്ണമായിട്ട് ആരോഗ്യം നൽകിക്കൊണ്ട് അവരെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിക്കാൻ സാധിച്ചു.
അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ നമ്മൾ ചെയ്യുന്ന ജോലികൾ ആരും നമ്മൾ ഒരു പെയ്ഡ് സെർവൻറ്റിന് ഇവിടെ വെച്ചിട്ടില്ല. എല്ലാം ഞങ്ങൾ 3 അച്ഛന്മാരും അതുപോലെ പുറത്തുനിന്ന് വരുന്ന വാളണ്ടിയേഴ്സും കൂടിയാണ് ചെയ്യുന്നത് എല്ലാ ജോലികളും. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു, അവരെ കുളിപ്പിക്കുന്നു, അവരെ എല്ലാ വിധത്തിലും ഭക്ഷണം കൊടുക്കുന്നു, എല്ലാ വിധത്തിലും അവരെ സ്നേഹം ചെയ്യും. മുഴുവൻ സമയവും രാത്രിയും പകലും അവരോടുകൂടെ നമ്മൾ ജീവിക്കുന്നു, അവരുടെ ഒപ്പം നമ്മൾ ജോലി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒത്തിരി സംതൃപ്തി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി സമയം പ്രാർത്ഥിക്കുവാനും സാധിക്കുന്നു, ഈശോയെ കൊടുക്കുവാനും ഈശോയെ അനുഭവിക്കാനും നമുക്ക് സാധിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ ജോലി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കുഞ്ഞു മാലാഖമാരുടെ സേന എന്നാണ് പ്രേംധാമിലെ കുഞ്ഞു കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന പേര്. ഇവരെ കാണുന്നവർക്ക് ബോധ്യമാകും ഇത് തന്നെയാണ് ഏറ്റവും അനുയോജ്യമെന്ന്. മാലാഖമാർ തിന്മയുടെ പ്രസരണമൊന്നും ഉള്ളിലേൽക്കാത്ത പരിശുദ്ധ ചിത്തത്തിനുടമകളാണ് ഈ മാലാഖമാരുടെ സേന. മുതിർന്ന അന്തേവാസികൾക്ക് മരിയാ സേന എന്നുമാണ് വിളിക്കുന്നത്. ദൈവപരിപാലന ഒന്നുകൊണ്ട് മാത്രം മുന്നോട്ടു നീങ്ങുന്ന ഈ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഭദ്രതയും ഉറപ്പും ഇവർ തന്നെ പ്രാർത്ഥിച്ചു നേടുന്നു. ഇല്ലായ്മയിലുള്ള തങ്ങളുടെ ജീവിതത്തിന് സഹായം നൽകുന്ന ഓരോ വ്യക്തിയെയും പേരെടുത്ത് സ്മരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ ജീവിതവും ഇവർ ദൈവത്തിന് കാഴ്ചവെക്കുന്നു. കുറച്ച് കുട്ടികൾക്കൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന കുട്ടികളുണ്ട്. അവരെ നമ്മൾ പഠിപ്പിക്കുകയും അവർക്ക് കഥകൾ പറഞ്ഞു കുത്തി നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ മുത്തശ്ശിമാരും മറ്റുള്ള നമുക്ക് പറഞ്ഞു തന്ന കഥകളൊക്കെ അവരെയും പറഞ്ഞ് മനസ്സിലാക്കി. കാരണം അവർക്കൊന്നും അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. കാരണം ചെറുപ്പത്തിൽ തന്നെ അവരെ പലരെയും വഴികളിലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ കൊണ്ടിട്ട് അവർ വികലാംഗരായതുകൊണ്ടും അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ് അവരെ പലയിടത്തും കൊണ്ടിട്ടത്. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന വിധത്തിൽ നമുക്കറിയാവുന്ന അറിവുകൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. बच्चों आजा इधर आजा, हम एक कहानी सुनाएंगे. बैठो बैठो आके बैठो, सब आके बैठो. खेल बंद करके ना सब बच्चे इधर आ जाओ, हम आज ये कहानी सुनाएंगे आप. साइड में लेके इधर लेके उधर रुको जल्दी लेके इधर को लेके बीच में लेके. तो प्यारे बच्चों, हम आज एक कहानी सुनाएंगे आप लोग हैं. एक अच्छा कहानी क्योंकि ना हमारे ये दादा दादी वो सब हमको सुनाते थे कहानी हम जब बचपन में. കഥകളിലൂടെയും നിരന്തരമായ ആശയവിനിമയത്തിലൂടെയും ഇവരെ നിശബ്ദമായ ചിന്തയുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനും അതിൽ നിറങ്ങൾ ചാർത്തിക്കൊടുക്കുവാനും ഈ വൈദികർ പരിശ്രമിക്കുന്നു. അതിലൂടെ ഇവരുടെ ചിന്തയിൽ ദൈവികമായ ഒരു രൂപവും സ്വഭാവവും ദർശിക്കാൻ ഇവരെ പ്രാപ്തരാക്കുന്നു. അങ്ങനെ ആ ചിന്തയുടെ പശ്ചാത്തലത്തിൽ ഒട്ടും സാധ്യമല്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും അവർ സ്വായത്തമാക്കുന്നു. ഇവിടെ കടന്നു വരുമ്പോൾ പല മക്കളും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത്? അതേപോലെ തന്നെ നാനാജാതി മതസ്ഥർ വന്ന് ചോദിക്കും, എങ്ങനെ നിങ്ങൾക്കിത് ചെയ്യുവാൻ സാധിക്കുന്നു? പലരും ഇത് പറയുമ്പോഴൊക്കെ ഞങ്ങൾ പറയും, ഇത് ദൈവമഹത്വത്തിനായി, ലോകത്തിൻ്റെ ഈ സ്ഥലത്തിൻ്റെ വിശദീകരണത്തിനായി, ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പലപ്പോഴും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവർ ചെയ്യുന്ന, ഇവിടെ ഹിന്ദുക്കൾ അധികം താമസിക്കുന്ന ഈ സ്ഥലത്ത് ഇവർ ചെയ്ത പാപത്തിൻ്റെ ഫലമല്ലേ, അല്ലെങ്കിൽ ഇവരുടെ പുരാതന ജീവിതത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഇവർ അനുഭവിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ക്രിസ്തുവിൻ്റെ ആ സന്ദേശമാണ്. ഈ മനുഷ്യൻ അന്ധനായത് ഇവൻ്റെ പാപം മൂലമോ അല്ലെങ്കിൽ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമോ. ക്രിസ്തു പറഞ്ഞു, ഇവൻ്റെ പാവമല്ല, ഇവൻ്റെ മാതാപിതാക്കളുടെ പാവമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ മഹിമയ്ക്കായിട്ടാണ് ഇവൻ അന്ധനായത്. അവനെ സുഖപ്പെടുത്തിയ ഈശോ ഇവിടെ വന്ന് കാണുമ്പോൾ, ഈ മക്കളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാണുമ്പോൾ ഇവിടുത്തെ എല്ലാ മതസ്ഥരും എല്ലാവരും വന്ന് പ്രേംധാമിൽ വന്ന് കാണുവാനും അനുഭവിക്കുവാനും വലിയ ഇടയായ സംഭവങ്ങളുണ്ട്.
നാനാജാതി മതസ്ഥരുടെ മേഖലയായ നജീബാബാദിലെ ഈ പ്രേംധാമിലേക്ക് ഇവിടെയുള്ളവർ നിത്യസന്ദർശകരാണ്. ആദ്യമൊക്കെ സംശയദൃഷ്ടിയാൽ കണ്ടിരുന്ന പ്രേംധാമിനെ ഇപ്പോൾ ഈ നാട്ടുകാർ 2 കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ഇവരുടെ സന്ദർശന വേളയിൽ ഇവിടുത്തെ മക്കൾക്കു വേണ്ടി കരുതിയിട്ടുള്ള ഒരു നേരത്തെ ആഹാരവുമായിട്ടായിരിക്കും വരിക. അതിവർ നന്ദിയോടെ ഭക്ഷിക്കുന്നത് കാണുമ്പോൾ ആ ചിലവാക്കിയ പങ്കിനേക്കാൾ ആനന്ദം അനുഭവവേദ്യമാകുന്നു. അതുപോലെ നമുക്ക് ഒത്തിരി വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഒത്തിരി നമുക്ക് ഈ ഈശോയുടെ അനുഗ്രഹം, അങ്ങനെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എങ്കിലും പ്രൊവിഡൻസ്, ദൈവത്തിൻ്റെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ഒത്തിരി ഒരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2 ദിവസം മുമ്പ് ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കും. അവർക്ക് ചായക്ക് നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റോ പഴമോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഒരു ദിവസം 2 ദിവസം മുമ്പ് നമുക്കൊന്നും കൊടുക്കുവാനില്ലായിരുന്നു. 2-3 ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മളതും വെള്ളവും കൊടുത്തു അവർക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞ് ഇന്ന് പിള്ളേർക്കൊന്നും വയറ് നിറഞ്ഞില്ലോ എന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ, അദ്ദേഹം കുറച്ച് പഴവുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിനെ കൊണ്ട് നമ്മൾ അത് കൊടുപ്പിച്ചു. അങ്ങനെ നമ്മുടെ ഒരു ചെറിയ കാര്യം വരെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു, അതൊത്തിരി സഹായിക്കുന്നു. അതുപോലെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അരി തീർന്നു പോകുമ്പോൾ, നമ്മുടെ സാധനങ്ങൾ തീർന്നു പോകുമ്പോൾ ദൈവം ആരെങ്കിലും ഒരാളെ അങ്ങോട്ട് അയക്കും. പ്രേംധാമിലേക്ക് ശത്രുവിൻ്റെ പരിവേഷത്തിൽ വന്ന് അവസാനം പ്രേംധാമിൻ്റെ ആത്മമിത്രമായി മാറിയ നജീബാബാദിലെ രാജുഭായി എന്ന രാജീവ് ശർമ്മ ഇവിടുത്തെ ജനസമ്മതനായ ഇദ്ദേഹം ഒരു സംസ്കൃത അധ്യാപകൻ കൂടിയാണ്. ഈ പ്രേംധാം എന്ന ഞങ്ങളുടെ ഈ സ്ഥാപനം അനാഥർക്കും മറ്റുള്ളവർക്കും വേണ്ടി തുടങ്ങിയ ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ തുടക്കകാലങ്ങളിൽ കുറച്ച് വ്യക്തികൾ ഇങ്ങോട്ട് കടന്നു വരികയും ഞങ്ങളോട് പറയുകയും ചെയ്തു, ഈ സ്ഥാപനം മറ്റുള്ളവർക്ക് വേണ്ടി മതപരിവർത്തനമുള്ളൊരു സ്ഥാപനമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കാണുവാനും ഭീഷണിപ്പെടുത്തുവാനും വന്ന കുറച്ച് വ്യക്തികൾ. അവരെ ഞങ്ങൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങളുടെ അച്ഛന്മാർ അവിടെ നിന്ന് സേവനം ചെയ്യുന്നത് കണ്ടപ്പോൾ അവരിൽ ഒരാളായ രാജുഭായി ഇന്ന് ഞങ്ങളുടെ എല്ലാമായി തീർന്നിരിക്കുകയാണ്. രാജുഭായി ഇന്ന് അദ്ദേഹം മക്കളെ കുളിപ്പിക്കുന്നത് തൊട്ട് മറ്റുള്ള എല്ലാ ശുശ്രൂഷകളിലേക്കും അദ്ദേഹം വളരെയധികം ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഇവിടുത്തെ ആൾക്കാർ വന്ന് പറയുമ്പോൾ ഞങ്ങൾ അവരോട് പറയുന്നത്, രാജുഭായിയാണ് ഞങ്ങളുടെ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ, ഇതിനെതിർക്കാൻ വന്ന ആൾക്കാർ പോലും ദൈവസ്നേഹത്തിൻ്റെ ആ ഭാഷ്യം കണ്ടുകൊണ്ട് ഞങ്ങളെ സഹായിക്കുവാനായി കടന്നു വരുന്ന അനുഭവമാണ് ഇന്ന് പ്രേംധാമിൽ കാണുന്നത്. ഇന്ന് രാജുഭായിയുടെ മനസ്സ് മുഴുവൻ പ്രേംധാമിലെ മക്കളാണ്. ഈ മക്കളെയാണല്ലോ താൻ ഇവിടുന്ന് ഇറക്കിവിടാൻ വന്നതെന്ന് ഓർക്കുമ്പോൾ ആ സ്നേഹം ഇരട്ടിക്കുന്നു. മക്കൾക്കു വേണ്ടി മരിക്കാൻ പോലും സന്നദ്ധരായ 3 വൈദികരെയും കൂടി കണ്ടപ്പോൾ രാജുഭായിയുടെ ഉള്ളിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളും പകയും മഞ്ഞുപോലെ അലിഞ്ഞില്ലാതായി. അങ്ങനെ പ്രേംധാമിലെ മക്കളുടെയും വൈദികരുടെയും ഒരു നല്ല സമരിയക്കാരനാകുന്നു ഈ രാജുഭായി. ഇവിടുത്തെ എന്ത് ബുദ്ധിമുട്ടുകൾക്കും പ്രതിസന്ധികൾക്കും ഈ വൈദികരോടൊപ്പം എന്നും ഈ പ്രേംധാമിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഇവിടെ ദൃശ്യമായത്. അങ്ങനെ മക്കളോടൊപ്പമുള്ള ആ വൈദികരുടെ ജീവിതത്തിൽ ഒരാശ്വാസത്തിൻ്റെ സമീപനം രാജുഭായിയിലൂടെ അനുഭവിക്കുന്നു. ഇങ്ങനെയൊരു സുഹൃത്തിനെയും കൂടി സ്വന്തമാക്കിയ നിർവൃതിയിലാണ് പ്രേംധാമിലെ മക്കളുടെ വളർത്തച്ഛന്മാരായ ഈ 3 വൈദികർ. ആരൊക്കെ നമ്മളെ പ്രേംധാമിൻ്റെ പ്രവർത്തനങ്ങളെ എതിർത്തിട്ടുണ്ടോ അവരിൽ അധികം പേരും ഇന്ന് പ്രേംധാമിൻ്റെ ഉപകാരികളായിട്ട് മാറിയ സമീപനമാണ് കാണുന്നത്. കാരണം അവർ വന്ന് കാണുമ്പോൾ ഇവിടെയുള്ള അച്ഛന്മാർ
ഏതെങ്കിലും മക്കളെ കുളിപ്പിക്കുകയായിരിക്കും, ആഹാരം കൊടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ വസ്ത്രം കഴുകുകയായിരിക്കും, അല്ലെങ്കിൽ തലമുടി വെട്ടുന്നതായിട്ട് കാണാം, എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ അവരിലെല്ലാവരും വന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ പ്രേരണ എന്താണ്? അപ്പോൾ ഈ പ്രേരണ ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അവരിൽ പലരും ഇന്ന് ഈ മക്കളുടെ ശുശ്രൂഷിക്കുവാനും കടന്നു വരുവാനും വരുന്നു. അതിലൊരാളായിരുന്നു പ്രൊഫസർ രാജുഭായി ഞങ്ങളെ മെഴുകുതിരി ഉണ്ടാക്കാനും മക്കളുടെ മറ്റുള്ള കാര്യങ്ങളിലേക്കും അതേപോലെ ലോക്കലായിട്ടുള്ള മറ്റുള്ള സഹായങ്ങൾ എത്തിക്കുവാനും അദ്ദേഹം ഇന്ന് അതീവ താല്പര്യത്തോടുകൂടി പ്രേംധാമിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഒരു ഡോക്ടറായ ജോസച്ചൻ്റെ ആഴ്ചയിലെ 3 ദിവസത്തെ സേവനം പ്രേംധാമിലെ മക്കൾക്കും വൈദികർക്കും ഒരാശ്വാസമായി മാറുന്നു. ജോസച്ചൻ്റെ അഭാവത്തിൽ ഇവിടെ സ്വന്തം മക്കളെപ്പോലെ കണ്ട് ശുശ്രൂഷിക്കുന്നത് നജീബാബാദിലെ റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ബാനോയാണ്. ചികിത്സയ്ക്കൊപ്പം ഈ മക്കളുടെ ജീവിതത്തിൽ ലഭ്യമാകാതെ പോയ അമ്മയുടെ സ്നേഹവും വാത്സല്യവും നൽകാൻ ഡോക്ടർ ബാനോ മറക്കാറില്ല. ഈ മുസ്ലിം സഹോദരിയുടെ സ്നേഹനിർഭരമായ ശുശ്രൂഷ ഒരമ്മയുടെ അഭാവം ഇവിടെ ഇല്ലാതാക്കുന്നു. സ്നേഹത്തോടെയുള്ള സമീപനം, ആശ്വാസത്തിൻ്റെ തലോടൽ, ഇതെല്ലാം ഈ മക്കൾക്ക് തെല്ലൊരാശ്വാസം നൽകുന്നു. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടുന്ന ശുശ്രൂഷയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഉത്തരവാദിത്വപൂർണമായ ഒരു സമീപനമാണ് ഡോക്ടർ ബാനോയുടേത്. ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയും സാമ്പത്തികമായ ഒരു പ്രതിഫലവും വാങ്ങുന്നില്ല. രാജുഭായി, ഡോക്ടർ ബാനോ, ഇവരെ കൂടാതെ മറ്റു പലരും, പല മതസ്ഥരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ലാഭേച്ഛ കൂടാതെയുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. ഇത് ബിജ്നോർ മിഷന്റെ ഈ പ്രേംധാമിനെ ദൈവ തിരുസന്നിധിയിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു കൂട്ടായ്മയായി മാറ്റുന്നു. അതിനെന്നും ഈ വൈദികർ ദൈവത്തിൽ നന്ദിയോടെ ശരണപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു. രാജാവും രാജാ യേശു ഹല്ലേലൂയാ, രാജുവും പ്രഭു യേശു ഹല്ലേലൂയാ. പ്രേംധാമിലെ മക്കളെ കാരണവരായി നയിച്ചും മൂത്ത സഹോദരനായി സംരക്ഷിച്ചും ഒരമ്മയെപ്പോലെ വാത്സല്യപൂർവം സമീപിച്ചും ഈ ഒരു ഉത്തരവാദിത്വത്തിൽ ആത്മാർത്ഥമായി ദൈവത്തെ മുൻനിർത്തി പ്രേംധാമെന്ന ഈ സ്നേഹഭവനത്തിന്റെ ഉത്തമ രക്ഷകർത്താക്കളായി മാറുന്നു ഈ വൈദികർ. ദൈവം ഭരമേൽപ്പിച്ച ഈ ഉത്തരവാദിത്വം ഊണുമുറക്കവും വെടിഞ്ഞ് ജീവിതത്തിന്റെ മുഴുവൻ സമയവും ഈ പ്രേംധാമിലെ മക്കൾക്ക് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നു ബിജ്നോറിലെ ഈ മിഷണറിമാർ.